This video is a part of the PhD research work of Jayashree MP at Banaras Hindu University, Varanasi, under the guidance of Professor Dr. Kalyan Khade. The topic of research is connected with the socio-cultural relevance of coconut. This episode introduces a product Komma, which is an ITK related to coconut. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഇപ്പോൾ എന്താ ഇങ്ങനൊരു പാട്ട് പാടാൻ എന്ന് ആരെങ്കിലും ചിന്തിച്ചോ? എങ്കിലിതാ കണ്ടോളൂ. ഇതാണ് കൊമ്മ, ഓല കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന ഒരു കുഞ്ഞു പൂവട്ടി. പണ്ട് കാലത്ത് ഓണത്തിന് പൂക്കൾ ശേഖരിക്കാനായി കൊമ്മയാണത്ര ഉപയോഗിച്ചിരുന്നത്. ഇന്നും ഭാഗ്യവശാൽ ചില ഗ്രാമങ്ങളിൽ കുഞ്ഞുങ്ങൾ കൊമ്മ ഉപയോഗിച്ച് ഓണത്തിന് പൂക്കൾ ശേഖരിക്കുന്നുണ്ട്. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. ഓല ഉപയോഗിച്ചാണ് നമ്മൾ കൊമ്മ ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് കൊമ്മ ഉണ്ടാക്കിത്തരാൻ ആരാ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായോ? ഓർമ്മയുണ്ടോ നമ്മുടെ നാണുവേട്ടനെ? കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് അടിക്കൊട്ട, ഓല കൊണ്ടുള്ള അടിക്കൊട്ട ഉണ്ടാക്കി തന്ന നാണുവേട്ടനെ ഓർമ്മയുണ്ടോ? ഇന്ന് കൊമ്മ ഉണ്ടാക്കാനായി പച്ചോല വാട്ടിയെടുക്കുന്ന തിരക്കിലാണ് നമ്മുടെ നാണുവേട്ടൻ. വാട്ടിയെടുത്ത ഓലക്കണ്ണികളിൽ നിന്നും ഈർക്കിലി വേർപെടുത്തിയെടുക്കലാണ് അടുത്ത പടി. ഈർക്കിലി വേർപെടുത്തിയ ശേഷം ഓലക്കണ്ണികളെല്ലാം ഒന്നിച്ച് കൂട്ടിപ്പിടിച്ച് അതിൻ്റെ രണ്ടറ്റങ്ങളും ചീകി ഒപ്പത്തിനൊപ്പമാക്കിയെടുക്കുന്നു. ഒരേ അളവിൽ ഓലക്കണ്ണികൾ കിട്ടിയാലേ നമുക്ക് ഭംഗിയായി കൊമ്മയുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പഴമ വിട്ടൊരു കളിയില്ല നമ്മുടെ നാണുവേട്ടന്. എന്നാൽ ഇതെല്ലാം ചെയ്യാനായി കത്രിക തരട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ട. നാണുവേട്ടൻ്റെ കണക്കിൽ ഏറ്റവും കുറഞ്ഞ ആയുധമാണ് കയ്യിലിരിക്കുന്ന ആ കത്തി. ചില്ലറക്കാരനല്ല നാണുവേട്ടൻ, പഴയ കളരിയാണ്, കളരി. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയം. അടുത്ത പടി ഈർക്കിലി കൊണ്ട് മൊട്ടുസൂചി ഉണ്ടാക്കുന്നതാണ്. മൊട്ടുസൂചി വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നാണുവേട്ടൻ അതൊന്നും വേണ്ട. ഈർക്കിലി ഒടിച്ചൊടിച്ച് അതിൻ്റെ അറ്റം കൂർപ്പിച്ച് മുട്ടുസൂചി ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ. കാര്യം പിടികിട്ടിയല്ലോ. ഓലക്കണ്ണികളുടെ വീതി കൂടിയതും വീതി കുറഞ്ഞതുമായ ഭാഗങ്ങൾ ഒന്ന് ഇടകലർത്തി വെച്ചാലേ കൊമ്മ ഭംഗിയായി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നാണ് നമ്മുടെ നാണുവേട്ടൻ പറഞ്ഞത്. കൊമ്മയുടെ ബേസ് ഉണ്ടാക്കിയെടുക്കലാണ് ആദ്യത്തെ പടി. ദേ ഇതുപോലെ ഒന്നിടവിട്ട ഓലക്കണ്ണികളിലൂടെ ലംബമായി ഓലക്കണ്ണികൾ കടത്തി എടുക്കുകയാണ്. ഏത് വലിപ്പത്തിലുള്ള കൊമ്മയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ദേ നമ്മുടെ കൊമ്മയുടെ ബേസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ഈർക്കിലി മുട്ടുസൂചികളെല്ലാം ഉപയോഗിച്ച് ആ ബേസിനെ ഒന്ന് കുത്തി ഉറപ്പിച്ചേക്കുകയാണ് നാണുവേട്ടൻ. അത് കഴിഞ്ഞ് കൊമ്മയുടെ ഓരോ കോണ് വീതം കോട്ടി എടുക്കുകയാണ്.
ഈർക്കിൽ മുട്ടുസൂചി പ്രയോഗം ഇടയ്ക്കിടെ നടത്തണേ. ഇനി അങ്ങോട്ട് മുകളിലേക്ക് മെടഞ്ഞെടുത്ത് എല്ലാ വശങ്ങളും പൂർത്തിയാക്കുകയാണ്. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. കൊമ്മയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അളവായി കഴിയുമ്പോൾ ഓലക്കണ്ണി തിരിച്ചു മടക്കി നേരത്തെ മെടഞ്ഞു വെച്ച ഓലക്കണ്ണികളുടെ വിടവുകളിലൂടെ തിരികെ കയറ്റുകയാണ്. തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. ഇവിടെ നമ്മുടെ അമ്മയുടെ ചെറിയ ഏട്ടൻ എല്ലാം ഇങ്ങനത്തേനൊക്കെ മിടുക്കനായി. നമ്മളെ പിള്ളേരെല്ലാം വിളിച്ചിരുത്തി മറ്റേ ഇങ്ങനെ കുറേ വാച്ചൊക്കെ കെട്ടിത്തരും. ഓല കൊണ്ടുള്ള വാച്ച്, ആ ചെറിയ ചെറിയ വാച്ച്, പക്ഷി അങ്ങനത്തെ ഒക്കെ ഇല്ലേ, അതൊക്കെ ഫാന്. അങ്ങനെ അല്പം കൊച്ചു വർത്തമാനമൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ കൊമ്മ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അതിൻ്റെ പുറത്ത് ബാക്കി നിൽക്കുന്ന ഓല കഷ്ണങ്ങളെല്ലാം ചീകി മിനുക്കി അതിനെ വെടിപ്പാക്കി എടുക്കുകയേ വേണ്ടൂ. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. റെഡിയായോ? ഈ മാവേലി രാജാവ് രാജ്യം ഭരിച്ച് അങ്ങനെ ദേവന്മാർക്ക് അസൂയായി. അങ്ങനെയാണ് ഭഗവാൻ ഒരു എൻ്റെ ബ്രാഹ്മണ വേഷത്തിൽ മൂന്നടി മണ്ണ് ചോദിച്ചു. അങ്ങനെയാണ് മൂന്നാമത്തെ ആൾക്കെങ്ങനെയില്ല. അപ്പാടാണ് ഇയാൾ തലവിൻ ചെയ്തത്. അപ്പാട് ചാട്ടി താത്താൻ അന്നേരം അയാൾ പഠിച്ചത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം എനിക്ക് ഭൂമിയിലാണ്. അപ്പോൾ അതിനെ ആത്മഹത്യയാക്കി ഈ പൂടുക, മാവേലി സന്തോഷിപ്പിക്കാൻ പൂടുക. അതിന് പൂപ്പറിച്ചിടിയാനായി കൊമ്മ പോരെ. ഇതിനിടയിൽ ഓണസമ്മാനമായി എനിക്കൊരു ഓല വാച്ചും സമ്മാനിക്കാൻ നാണുവേട്ടൻ മറന്നില്ല. കാലമിനിയും ഉരുളും വിഷുവരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിനും പൂവരും കായ് വരും അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം നമുക്കിപ്പോഴിയാർദ്രയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം.